നമുക്ക് ഒരുമിച്ചൊന്ന് കരമടിച്ചൊന്ന് സ്വാഗതം ചെയ്യാം. സ്ഥാപനം മുമ്പിൽ ഉളവായുരമ്പാൻ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുമ്പിൽ വസിപ്പാൻ. സ്ഥാപനം മുമ്പിൽ ഉളവായുരമ്പാൻ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുമ്പിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുമ്പിൽ വസിപ്പാൻ. മകൻ സ്നേഹം മകൻ സ്നേഹം മരിപ്പതിനായി കുരിശു കൈവിടുന്നു. മകനെ വാരിപ്പതിനായി മകനെ വാരിപ്പതിനായി മകനെ വാരിപ്പതിനായി കുരിശു കൈവിടുന്നു. കഥാവിന്റെ പരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുവാനാകട്ടെ. അനുഗ്രഹീതമായ സമയത്തിനായി കഥാവിനെ സ്തോത്രം ചെയ്ത് കഥാവിനാശയ കുടുംബത്തിന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ദൈവങ്ങളുടെ കഥാവായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒരുമിച്ച് കഥാവിനെ ശ്രദ്ധനായിരിക്കാം. സർവശക്തനായ ദൈവകൃപയും ഭാര്യയും അവസരവും നൽകിയ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഥാവിനെ ഒരുമിച്ച് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കൃപ നമ്മളോട് നിങ്ങളോട് കൂടിയിരിക്കുമാറാകട്ടെ. ഒരുമിച്ച് നിങ്ങളോട് ചേർന്നായിരിക്കാൻ സർവകൃപാലുമാവുന്ന ദൈവം നൽകിയ മഹനീയമായ സമയത്തിനായി കഥാവിന് സ്തോത്രം ചെയ്യുന്നു. കഥാവിനെ ഒരുമിച്ച് സഹായിക്കട്ടെ. വെള്ളിയാഴ്ച നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കഥാവ് കൃപ നൽകി അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ നമുക്ക് കഥാവിന്റെ സമയത്തിനായിരിക്കാം. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന സ്ഥലവും ദൈവസഭകളെയും ഓർത്ത് ദൈവങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുകയും ചെയ്യും. ഞാൻ വെള്ളിയാഴ്ച ശുശ്രൂഷിച്ച ദൈവദിനത്തിൻ്റെ തുടർച്ചയെന്ന നിലയിൽ ചിന്തിക്കുക എന്നാണ് ആഗ്രഹിച്ചത്. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്കായി എൻ്റെ പ്രാർത്ഥനാ സമയത്ത് ദൈവസഭയിലേക്ക് ആയിരിക്കുന്ന സമയം പരിശുദ്ധമാണ്. മറ്റൊരു ചിന്തയിലേക്ക് പോകുവാൻ എനിക്കൊരു നിയോഗം തന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കാണ് ഈ പകലിൻ്റെ ശ്രദ്ധ തിരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. വെള്ളിയാഴ്ച ഡെലിവറൻസ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. കർത്താവ് ചിന്തിച്ചാൽ മറ്റൊരു സമയത്ത് ഭാഗം ചിന്തിക്കാൻ നമുക്ക് അവസരവും കൃപയും നൽകി തരുമാനത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1-2 വേദഭാഗങ്ങൾ ദയവായി വായിക്കും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട് നോക്കൂ, ആരോടൊന്നും പറയരുത്, അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു.
ഈ മത്തായി സുവിശേഷം 8-ാം അധ്യായത്തെ അത്ഭുതങ്ങളുടെ അധ്യായം എന്നാണ് വിളിക്കുന്നത്. ചാപ്റ്റർ ഓഫ് മിറക്കിൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതിന്റെ കാരണം ഈ അധ്യായം മുഴുവൻ അത്ഭുതങ്ങളുടെ ഒരു അധ്യായമായിട്ടാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. യേശു കർത്താവ് ഇതിന് തൊട്ട് മുമ്പ് പറയുന്ന ചില പദങ്ങൾ നമുക്ക് അവിടെ കാണാം. നാം ഈ ഭാഗം വായിച്ചു തുടങ്ങിയത് കർത്താവ് ഒരു മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു എന്നാണ് അവിടെ വായിച്ചത്. അപ്പൊ മലയിൽ നിന്ന് താഴേക്ക് കർത്താവ് ഇറങ്ങണമെങ്കിൽ കർത്താവ് എവിടെ കയറിയിട്ടുണ്ട്? മലയിൽ കയറിയിട്ടുണ്ട്. നാം ആരാധനാലയം വിട്ട് പുറത്തിറങ്ങി എന്ന് പറയുന്നതിന് കാരണം ആരാധനാലയത്തിലേക്ക് കയറിയത് കൊണ്ടാണ്. എപ്പോഴാണ് കർത്താവ് മലയിൽ കയറിയത്? എവിടെയാണെന്ന് എഴുതിയിരിക്കുന്നത്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ ഭാഗം നമുക്ക് കാണാം. യേശു കർത്താവ് പുരുഷാരത്തെ കണ്ടാറെ ഉയർന്ന ഒരു മലയിലേക്ക് കയറി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഉയർന്ന മലയിലേക്ക് കയറിയ കർത്താവ് ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് 8-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളിലാണ്. അപ്പോൾ 5, 6, 7 അധ്യായങ്ങൾ സെർമൺ ഓൺ മൗണ്ടിൽ, ഉയർന്ന മലയിലെ പ്രഭാഷണം, ലോകം കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാരാജാവിന്റെ കൽപ്പനയെന്നും മഹാരാജാവിന്റെ ആലോചനയെന്നും മഹാരാജാവിന്റെ അരുളപ്പാട് ഒക്കെ വിളിക്കുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും വളരെ സുന്ദരമായി ആയിരിക്കുന്ന ഒരു വേദവചന ചിന്തയാണ് വിശുദ്ധ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. ആ 3 അധ്യായങ്ങളിൽ കർത്താവ് ഒരാത്മിക ജീവിതത്തെ കുറിച്ച്, വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിനകത്ത് അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, ആത്മീക ജീവിതത്തെ കുറിച്ച്, ഉപവാസത്തെ കുറിച്ച്, പ്രാർത്ഥനയെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആരെയും വിധിക്കരുത് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട്, ദൈവം നമുക്ക് വേണ്ടിയുള്ളതൊക്കെ കരുതുമെന്നൊക്കെ പറഞ്ഞു വന്നിട്ട്, ഇത് മുഴുവൻ പറഞ്ഞ് കർത്താവ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു മനുഷ്യൻ കർത്താവിന്റെ അടുക്കിലേക്ക് വരികയാണ്. വന്ന മനുഷ്യൻ കർത്താവിനോട് പറയുന്ന ഒരു പദമാണ്, ആ വാക്യതാണ്, കർത്താവേ എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് എന്തുണ്ടാകണം? മനസ്സ് ഉണ്ടാകണം, മനസ്സറിവ് ഉണ്ടാകണം എന്ന് കർത്താവിനോട് പറയുകയാണ്. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് ലഭിക്കും? കരുണ ലഭിക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ ഈ 5-ാം അധ്യായത്തെയും 8-ാം അധ്യായത്തെ കൂടെ ചേർത്ത് പഠിച്ചാൽ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. 5-ാം അധ്യായത്തിൽ കർത്താവ് എന്താണോ പറഞ്ഞത് അതിനനുസരിച്ചൊരു വിഷയം കർത്താവിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നാം ഈ പകൽ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോഴും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ബൈബിൾ വായിക്കുമ്പോഴും സാക്ഷ്യം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഈ ആലയം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് അനുബന്ധമായ ചില പരീക്ഷകൾ, പരിശോധനകൾ നമ്മുടെ മുമ്പിൽ വരും എന്ന കാര്യങ്ങൾ നാം മറക്കാതിരിക്കുക. യേശു കർത്താവ് പറഞ്ഞ കരുണയുള്ളവർ ഭാഗ്യവാന്മാരാണ്, അവർക്ക് കരുണ ലഭിക്കാൻ ഇടയായിത്തീരും. ഇത് പറഞ്ഞിട്ട് കർത്താവ് ആ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു മനുഷ്യൻ കർത്താവിന്റെ മുമ്പിൽ കരുണ പ്രാപിപ്പാൻ സഹായത്തിന് വേണ്ടി ഓടിയെടുക്കുകയാണ്. അവൻ ആരാ എന്താണെന്നൊക്കെ പിന്നീട് നമുക്ക് ചിന്തിപ്പാൻ കഴിയും. അപ്പൊ താൻ എന്താണോ ഈ മലമുകളിൽ പുരുഷാരം കേൾക്കത്തക്കവണ്ണം ശിഷ്യന്മാരോട് പറഞ്ഞ് അത് കൈമാറുവാൻ അവരെ ഏൽപ്പിച്ചത്, അതേ വിഷയം തന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് മനുഷ്യനെ ആട്ടിപ്പായിക്കുന്നില്ല, അകറ്റി നിർത്തുന്നില്ല, കർത്താവിനെ തൊടാതെ കൈ പിൻവലിക്കുന്നില്ല, കർത്താവ് അവനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ല. മറിച്ച് എന്താണോ താൻ പറഞ്ഞത് അത് പ്രായോഗിക ജീവിതത്തിൽ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് തന്റെ വാക്കുകൾ കേവല തിയറി അല്ല എന്ന് വെളിപ്പെടുത്തത്തക്കവണ്ണം അതൊരു പ്രാക്ടിക്കലാണെന്ന് പറഞ്ഞു കൊടുക്കാൻ, അത് പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതാണെന്ന് വെളിപ്പെടുത്തേണ്ടതിന് കർത്താവിന്റെ കരം അവന് വേണ്ടിയിട്ടപ്പെടുവാനിടയായി. ക്രിസ്തീയ ജീവിതം ഇത് തിയോളജിയുടെ ജീവിതം മാത്രമല്ല, ഇതൊരു തിയറി മാത്രമല്ല, എന്തെങ്കിലും വിളിച്ചു പറയുന്ന കുറെ കാര്യങ്ങൾ മാത്രമല്ല, ഇത് പ്രായോഗിക ജീവിതത്തിലേക്ക്, ഇത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക്, ഇത്
ദൈനംദിന ജീവിതത്തിലേക്ക് അനുവർത്തിക്കാനുള്ളതാണ് ഈ തിരുവചനം എന്ന് നാം തിരിച്ചറിയണം. അത് ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ പ്രാക്ടിക്കൽ ലൈഫ്. പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തത് ഒന്നും നാം പറയാൻ പാടില്ല. അഥവാ പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാൻ നമ്മളെ ഒരുക്കണം. ആത്മീക ജീവിതം വാചക കസരത്തല്ല, അത് പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതാണ്. തിരിച്ചറിഞ്ഞിട്ട് ഈ പകൽ ദൈവത്തോട് പറയണം, ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് മാറാൻ ദൈവത്തിന്റെ കൃപയുടെ മേൽ വ്യാപരിക്കപ്പെടണം. ഇനി ശ്രദ്ധിക്കണം, ഈ ഭാഗം ആവശ്യമില്ലാതെ കുഞ്ഞുങ്ങൾ ഇനി ഇറങ്ങി പോകരുത്. വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുപോവുകയും ചെയ്യുക. ഇനി ശ്രദ്ധിക്കാം, ഞാൻ പറഞ്ഞു വരുന്ന ചിന്തയിലേക്ക് വരികയാണ്. ഈ 8-ാം അധ്യായം അത്ഭുതങ്ങളുടെ അധ്യായമാണെന്ന് പറയാൻ കാരണം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തു രോഗികളുടെ മേൽ നടത്തുന്ന വിടുതലുകളാണ്. ആ പാരഗ്രാഫായിട്ട് അവിടെ ആ വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ ചിന്തയാണ് നമ്മൾ വായിച്ച ഭാഗം. അതിലേക്ക് ഇത് പിന്നീട് വരാം. ഇനി 2-ാമത്തെ ചിന്തയിലേക്ക് നാം കിടക്കുമ്പോൾ ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വരികയാണ്. 100 പേർക്ക് അധിപതിയായി നിൽക്കുന്ന അധികാരമുള്ള ഒരു മനുഷ്യൻ. എന്നെ ശ്രദ്ധിച്ചോടെ, ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. അധികാരത്തിന്റെ ജോലിക്കാരിൽ ആധിപത്യം നടത്തുന്ന മനുഷ്യൻ. അവൻ പറയുന്നുണ്ട്, ഞാൻ ഒരാളോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും, പോക എന്ന് പറഞ്ഞാൽ അവൻ പോകും. പക്ഷെ ആ മനുഷ്യന്റെ ബാല്യക്കാരിൽ ഒരാൾക്ക് സുഖമില്ലാതിരിക്കുന്ന ഒരു വാർത്ത. അവൻ യേശുവിന്റെ അടുക്കലേക്ക് അയക്കുക, കർത്താവേ, എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരിക. പ്രിയങ്ങളെ, സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞതുപോലെ ആ ഫെലോഷിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മയാണ്. ഫെലോഷിപ്പ്, ഒരു കൂട്ടം കൂട്ടുകാർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന കപ്പൽ, അതാണ് ദൈവത്തിന്റെ സഭ. തന്റെ കൂടെ നിൽക്കുന്ന ബാല്യക്കാരന് സുഖമില്ലാതെ വരുമ്പോൾ അവനെ കൈയൊഴിയുകയല്ല, അവനെ വലിച്ചെറിയുകയല്ല. അവന് ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ, ഇന്നത്തെ ആത്മീക ഗോളത്തിൽ പണം നഷ്ടപ്പെട്ടാൽ, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, പലതും ഇല്ലാതായ കരുവേപ്പല പോലെ അവരെ വലിച്ചെറിയുന്ന ഒരു പ്രവണത ഇന്നത്തെ ആത്മീക ഗോളത്തിൽ നാം കണ്ടുവരുമ്പോൾ നാം ഈ മനുഷ്യനെ പഠിക്കേണ്ടതായിട്ടുണ്ട്. തന്റെ കൂടെ നിൽക്കുന്ന ഒരുവന് രോഗമുണ്ടായപ്പോൾ, അവനെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുമ്പോൾ, അവൻ ബലഹീനനാകുമ്പോൾ താൻ തിരിച്ചറിയുകയാ, എന്റെ പണം കൊണ്ടോ, എന്റെ അധികാരം കൊണ്ടോ, എന്റെ പ്രൗഢി കൊണ്ടോ, എന്റെ സ്ഥാനമാനം കൊണ്ടോ എനിക്ക് അവനെ വിടുവിപ്പാൻ കഴിയത്തില്ല. എന്നാൽ അതിനേക്കാൾ അധികാരമുള്ള ഒരുവനുണ്ട്, അവന്റെ അടുത്തേക്ക് ആളയക്കുക. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എനിക്ക് നിങ്ങൾക്ക് കഴിയാത്ത ചില മേഖലകളിൽ പ്രവർത്തിപ്പാൻ കരുത്തുള്ള ഒരു കർത്താവുണ്ട് എന്ന തിരിച്ചറിവ് നമ്മുടെ അകത്തേക്ക് വ്യാപരിക്കപ്പെട്ടിട്ട് അവന്റെ അടുത്തേക്ക് നീ പോകണം. കർത്താവേ, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ, അവിടുന്ന് ഒരു ശബ്ദമുണ്ടായാൽ, ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ ഉണവാക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം, എഫ്രതാ തുറന്നു വരിക എന്ന് കൽപ്പിച്ച ദൈവം, ലാസറേ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ അകത്ത് ജീവൻ വ്യാപരിക്കപ്പെട്ടതുപോലെ ദൈവത്തിന്റെ ഒരു വാക്ക് എന്റെ കുടുംബത്തിനകത്ത്, എന്റെ തലമുറയ്ക്കകത്ത്, എന്റെ ജീവിതത്തിനകത്ത്, എന്റെ കൂട്ടുവിശ്വാസിക്കകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ അതിനെ കരുത്തുണ്ടെന്ന് ഒരു തിരിച്ചറിവ് നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുമ്പോഴാണ് ദൈവത്തോട് നിലവിളിക്കുന്നത്. അവിടെ ദൈവത്തിന് വ്യാപരിക്കപ്പെടുന്നു. ആ മനുഷ്യനെ ഞാൻ ഇത്രയും പേർക്ക് അധിപതിയാണെന്നോ അധികാരിയാണെന്നോ ഒന്നും പറഞ്ഞിരിക്കുകയല്ല. ഞാനൊരു ദൂതോട് പറയാം, നമ്മുടെ സ്ഥാനമൊക്കെ മറന്ന്, നമ്മുടെ കഴിവൊക്കെ ഒന്ന് മറന്ന്, ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ള നിലയൊക്കെ വിട്ട് ദൈവസന്നിധിയോട് താഴാനുള്ള മനോഭാവം നമ്മൾ കാണിച്ചു തുടങ്ങുമ്പോഴാ ദൈവമഹത്വം വ്യാപരിക്കുന്നത്. അവൻ പറഞ്ഞ വാക്ക്, കർത്താവേ, എന്റെ വീടിനകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, എനിക്ക് അധികാരമുണ്ട്. പക്ഷെ യേശു പറയുന്നു, പോകാ, നിന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞ നാഴികയിൽ തന്നെ അവനിൽ സൗഖ്യം വ്യാപരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, കുഷ്ഠരോഗി, സമൂഹം വെറുത്തവൻ, ആരും തൊടാത്തവൻ, ആരെയും തൊടാൻ പാടില്ലാത്തവൻ, അവനിൽ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുന്നത് പിന്നീട് നമ്മൾ ചിന്തിക്കുക. 2, അധികാരത്തിലിരിക്കുന്നവന്റെ ജീവിതത്തിനകത്ത്, അവനോട് ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ദൈവത്തിന്റെ വിടുതൽ. 3, പത്രോസിന്റെ അമ്മാവിയമ്മയെ യേശു സൗഖ്യമാക്കുന്നു. പടക് വിട്ട് വല വിട്ട് കൂടെ ഇറങ്ങി കൂടെ പോകാൻ തീരുമാനിച്ചവന്റെ കുടുംബം
കുടുംബത്തിനകത്ത് നടക്കപ്പെടുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുകയാ. കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ദൈവമൈതലേ, കർത്താവിന്റെ വേല ചെയ്യുന്ന അഭിഷേകന്മാർ ദൈവത്തിന്റെ കൂടെ നടക്കാൻ ഒരു ജീവിതത്തെ സമർപ്പിച്ച് ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലേ, നിന്റെ വീടിനകത്തെ വിഷയത്തെ പരിഹരിക്കാൻ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുക. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്ന് ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്റെ വീടിനകത്ത് കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന, ദൈവത്തിന്റെ കൂടെ നടക്കുന്ന, ജോലി കഴിഞ്ഞ കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞ ജീവിതത്തിനകത്ത് ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലേ, തിരുവചനം വിളിച്ചു പറയുന്നു, യേശു അവന്റെ വീടിനകത്ത് അത്ഭുതം ചെയ്യുവാനിടയാണ്. യേശു പത്രോസിന്റെ അമ്മാവിയമ്മയെ തൊട്ട് എന്ത് ചെയ്തു? സൗഖ്യം നൽകി. 1-2 കേസുകളിൽ കർത്താവ് തൊട്ടു. ഒരു കേസിനകത്തെ കർത്താവ് പറഞ്ഞതേയുള്ളൂ. ഒരു ദൂതൂടെ പറയാ, അവൻ പറഞ്ഞാൽ അത്ഭുതം, അവൻ തൊട്ടാൽ അത്ഭുതം നടക്കുക. ദൈവ സാന്നിധ്യം ഈ പകൽ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവ സ്പർശനമേൽക്കാതെ ഇവിടുന്ന് മടങ്ങി പോകാൻ എനിക്കിടവരല്ല. പാസ്റ്റർക്ക് കൈ കൊടുത്തോ എന്നുള്ളത് നല്ല വിഷയം, അതൊക്കെ ചെയ്തോടെ തമ്മിൽ കൈ കൊടുത്തോണം. പക്ഷെ അവരെന്നെ സ്പർശിക്കുന്നതിനേക്കാൾ, അവരെന്നെ തൊടുന്നതിനേക്കാൾ, അവരെനിക്ക് കൈ തരുന്നതിനേക്കാൾ ദൈവത്തിന്റെ സാന്നിധ്യം എന്നെ തൊടാൻ, ദൈവത്തിന്റെ സ്പർശനം തൊടാൻ എത്ര പേര് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സ്പർശനം അനുഭവിക്കാതെ, ദൈവത്തിന്റെ സാന്നിധ്യം അറിയാതെ ഇവിടെ എഴുന്നേൽക്കാൻ എനിക്ക് ഇടവരല്ല. അഭിഷേകൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ മുതൽ ഇവിടെ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ആശീർവാദം പറഞ്ഞ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് എന്റെ കർത്താവിനെ തൊടുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് പ്രസംഗിക്കുന്ന ദൈവദാസൻ കൈവെക്കുന്നതല്ല ഇവിടുത്തെ വിഷയം. അദൃശ്യമാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ശരീരങ്ങളെ ഇത് പകൽക്കാലം തൊടാനിടയാകട്ടെ. തമ്പുരാൻ തൊട്ടാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കുക. ദൈവം സ്പർശിച്ചാൽ അവിടെ വിടുതൽ നടക്കുക. ദൈവത്തിന്റെ കരം തൊട്ടാൽ അവിടെ അത്ഭുതം നടക്കുക. ഈ പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാനിവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്റെ വീടിനകത്ത് സുഖമില്ലാതിരിക്കുന്നവരിൽ ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുവാനിടയാകണം. നമ്മൾ നോക്കി, യേശു പത്രോസിന്റെ അമ്മായിയമ്മ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. അവിടെ എഴുതിയിരിക്കുന്നത് അവളെ കൈക്ക് പിടിച്ച് എന്ത് ചെയ്തെന്ന എഴുന്നേൽപ്പിച്ചതാണ്. ഈ പത്രോസിന്റെ മനോഭാവം ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം അറിയാം, ഇന്നത്തെ പത്രോസാണെ പറഞ്ഞേ യേശുവെ ആവശ്യമില്ലാത്ത പണിയൊന്നും എന്ത് ചെയ്യണ്ട, കാണിക്കണ്ട. ആ സാധനം എവിടെയെങ്കിലും കിടക്കാൻ ഞാനിങ്ങനെ കുറെ നാൾ കൊണ്ട് എന്ത് ചെയ്യുക, രാത്രി പറഞ്ഞ് എഴുന്നേറ്റായിരിക്കും എന്ത് തരത്തില്ല, ഒരു സ്വസ്ഥതയും തരത്തില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ കിടന്നപ്പോന്നു അല്ലെങ്കിൽ മിണ്ടാതെ എന്ത് ചെയ്തോളൂ, അവിടെ കിടന്നോളും. പക്ഷേ പത്രോസിന്റെ മനോഭാവം മറ്റൊന്നാണ് എന്ന് നമ്മൾ കാണുക. ഇനി തിരിച്ച് ആ വീടിനകത്ത് യേശു കയറുമ്പോൾ അതിനൊരു ദൂതൂടെ നിലവിടുന്ന് പറയാം. പത്രോസ് പടകും പനയും വിട്ട് കർത്താവിന്റെ കൂടെ പോകാൻ ഇറങ്ങി തിരിച്ചവന്, എന്നെ അനുഗമിക്കുന്നതിന്റെ പിന്നിൽ ഒരു തടസ്സമായി നിൽക്കരുത് എന്ന് ദൈവം കണ്ടു. ഈ അധ്യായത്തെ വിളിക്കുന്ന പേര് അത്ഭുതങ്ങളുടെ അധ്യായം. അവിടെ കൊണ്ട് തീർന്നില്ല. അന്ന് കർത്താവിന്റെ അടുക്കൽ അനേക രോഗികളെ കൊണ്ടുവന്നു. കർത്താവ് അവരെയൊക്കെ തൊട്ട് സൗഖ്യമാക്കുവാനിടയായി. ഒരു ദൂതൂടെ പറയാ, പ്രായം നോക്കിയല്ല, നിറം നോക്കിയല്ല, വണ്ണം നോക്കിയല്ല, അത് വിദ്യാഭ്യാസം നോക്കിയല്ല, പണം നോക്കിയല്ല, ആത്മാർത്ഥമായി ദൈവത്തോട് അടുത്ത് വന്ന അത്ഭുതങ്ങൾ ചെയ്യാൻ അവന്റെ കരം ഇന്ന് ചലിക്കപ്പെടുകയാണ്. ഇനി അതിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ആത്മീക വിഷയത്തിന്മേലുള്ള അതേ പ്രവൃത്തിയാണ് ദൈവത്തിന്റെ അത്ഭുതമാണ്. എന്താണ്? 2 പേർ കർത്താവിന്റെ അടുക്കൽ വരുന്നു. ഒന്ന് ഒരു ശാസ്ത്രിയാണ്. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയും, കർത്താവേ, ഞാൻ അങ്ങയെ പിൻപറ്റാൻ, ഞാൻ അങ്ങയെ അനുഗമിക്കാൻ തീരുമാനിക്കുക. ഉടനെ കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്, കുറുനരികൾക്ക് കുഴിയും പറവകൾക്ക് കൂടും, അതേ വിധാനവും ഉണ്ട്. എന്നാൽ മനുഷ്യപുത്രന് തലചായിപ്പാൻ എന്തില്ല, സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ എന്റെ പിന്നാലെ വരുന്നത് കൊള്ള എന്തെങ്കിലും വാരിക്കൂട്ടാനോ നേടിയെടുക്കാനോ എന്നെ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ നീ വിചാരിച്ചു വരണ്ട. നിത്യജീവൻ പ്രാപിക്കാനാണെങ്കിൽ എന്റെ പിന്നാലെ നിനക്ക് വരാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്നത്തെ ആത്മമണ്ഡലം ഒരു ബിസിനസ് ആയി മാറിക്കൊണ്ടിരിക്കുമ്പോ എന്തിനാ കർത്താവിനെ പിൻപറ്റേണ്ടത്? അതിന് യേശു പറഞ്ഞൊരു വാക്ക് ഞാൻ ഇവിടെ ആവർത്തിക്കുകയാ. ഒരുവൻ എന്റെ പിന്നാലെ വരാനിച്ച്
ശ്രദ്ധിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം. Deny himself എന്ന പദം സ്വയം ത്യജിക്കാത്ത ഒരുത്തന് കർത്താവിന്റെ കൂടെ പോകാൻ കഴിയത്തില്ല. സ്വയം ത്യജിക്കാത്ത ഒരാൾക്ക് കർത്താവിന്റെ പിന്നാലെ പോകാൻ കഴിയത്തില്ല. അവൻ സ്വയം ത്യജിക്കുന്നവനായി മാറണം. അവൻ കർത്താവിന്റെ പിന്നാലെ പോകുന്നവനായി മാറണം. അവന്റെ ഇഷ്ടങ്ങളെ ത്യജിക്കാൻ അവന് കഴിയണം. രണ്ട് നാൾ തോറും തന്റെ ക്രൂശെടുക്കണം. അവൻ അവന്റെ ജീവിതത്തിൽ വരുന്ന അതേ വേദനകളെ സന്തോഷത്തോടെ വഹിക്കാൻ കഴിയണം. അടുത്ത പദം അവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന പദമാണ്. എന്താ അതിന്റെ അർത്ഥം? ആത്മീക ജീവിതം സമ്പാദ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ജീവിതമല്ല. നമുക്ക് ആവശ്യമുള്ളത് തരാൻ എന്റെ ദൈവത്തിന് കഴിയും. പക്ഷേ നീ മറ്റൊരു ചിന്തയിൽ എന്നെ പിൻപറ്റരുത്. ഇറ്റ്സ് നോട്ട് എ ബിസിനസ്. ഇതൊരു ബിസിനസ് അല്ല, ഇത് നിത്യജീവന്റെ വഴിയാണെന്ന് മറക്കരുത്. അച്ചടുത്ത പറഞ്ഞു കർത്താവേ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഉടനെ അവൻ പറഞ്ഞു, എന്റെ അപ്പനെ കുഴിച്ചിട്ടിട്ടൊക്കെ വരാൻ. കർത്താവ് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ എന്ത് ചെയ്യണ്ട, നീ എന്റെ പിന്നാലെ വരിക എന്ന് കർത്താവ് പറഞ്ഞു. യേശു പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ പറയാ? തെറ്റിദ്ധരിക്കരുത്, മരണത്തിന് പോകരുതെന്നോ കുഴിച്ചിടരുതെന്നോ ഒന്നുമല്ല. നീ തടസ്സങ്ങളൊന്നും ഉന്നയിക്കരുത് എന്ന വാക്കിന്റെ അർത്ഥം. ചിലരുണ്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്തബന്ധങ്ങളൊന്നും വേണ്ട. ഈ കുറച്ചു നാൾ മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ എന്റെ